ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആർ പകർപ്പ് പുറത്ത്. ഗർഭചിത്രത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്നും ഇരകൾ 18-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെന്ന് എഫ്ഐആർ റിപ്പോർട്ടിൽ. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന ശബ്ദ സന്ദേശമൊക്കെ ഓഡിയോ ഒക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ എഫ്ഐആറിൽ പറയുന്നത് 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ വരെ ഉണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്തിന് പുറത്തും ബംഗളൂരുവിൽ വരെ അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്ന മറ്റ് വിവരങ്ങൾ? തീർച്ചയായും ശ്രീനിധി, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗികാരോപണ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു വന്ന ശബ്ദരേഖകൾ ഒക്കെ സൂചിപ്പിച്ചതാണ് ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളോട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് എന്നതിൻ്റെ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നതാണ്. അതിനേക്കാൾ ഞെട്ടിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് എഫ്ഐആറിലൂടെ വ്യക്തമാകുന്നത്. അതായത് ഇരകൾ 18-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എന്നുള്ളതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിൽ പലതും വളരെ ഗുരുതരമായിട്ടുള്ള പരാതികൾ ആണ് എന്നുള്ള കാര്യവും എടുത്തു പറയുന്നു. ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചു എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും എഫ്ഐആർ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നുള്ളത് 2 പേരുടെ കേസിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരാളുടെ ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ ആരായുന്നതിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം ആശുപത്രി വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളുടെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ. അവർ വലിയ മാനസികാഘാതത്തിലാണെങ്കിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ തേടി മുന്നോട്ട് പോകുക, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കാനുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ് രാഹുൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് എഫ്ഐആർ വ്യക്തമാക്കുന്നത്. ശരി ഷീജ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായി ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇരകൾ 18-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നുകൂടി എഫ്ഐആറിൽ പറയുന്നു. ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.